Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. ഈ ചേട്ടന് 46 വയസ്സായിരുന്നു നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ? എന്തിനാ ഈ വയസ്സൊക്കെ പറയുന്നത്? ഒരേ പ്രായക്കാരുടെ വിഷമം മാറി തീർക്കണം. സൈജുവേട്ടന് കണ്ടാലെങ്കിലും പ്രായം തോന്നൂല, പക്ഷെ പല ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ വീടിന്റെ ഈ ചേട്ടന്റെ പ്രായം ആദ്യം പറഞ്ഞ എന്തിനാണെന്നറിയോ? മുതിർന്ന ആളാണെന്ന് എല്ലാവർക്കും തോന്നിക്കോട്ടെ. അതുകൊണ്ട് എന്താണ് ഗുണം? ഒരു മനസ്സുഖം, മനസ്സുഖം. നല്ല പടം, നല്ല സീരീസ് ആണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടതാണ്. പക്ഷെ പടത്തിന്റെ പേരങ്ങ് തങ്ങി നിൽക്കുന്നില്ല കേട്ടാ. ചേട്ടൻ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയാലോ, ഞാൻ ബിടെക് തൊട്ട് കാണുന്നല്ലേ. അത് ശരിയാ, കുഞ്ഞുകാലം തൊട്ടേ കാണുന്നു. ബിടെക് സിനിമയാണ് കേട്ടോ. എനിക്കറിയാം. ടെലികോം കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചമ്മലില്ല, ഈ നേരിട്ട് പോയിട്ട് ഒരു മെസ്സേജ് അങ്ങ് അയക്കുക, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ഒരു ചമ്മലില്ല ചേട്ടനായിരുന്നു ആദ്യം അങ്ങനെ മെസ്സേജ് അയച്ചത്. ചമ്മലൊക്കെ എന്താണ്, ഒരു റൂമിൽ ഇരുന്നിട്ട് ഞാൻ ആരുമില്ല കാണുന്നത്. സൈജു ചേട്ടനായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീൻസ് ഒക്കെ മൂന്നാമത്തെ ദിവസമൊക്കെയാണ് സൈജു ചേട്ടൻ എന്നോട് സംസാരിച്ചത് പോലും. ചേട്ടൻ അത്ര ഇൻട്രോവേർട്ട് ആണോ ചേട്ടാ? പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ചേട്ടൻ മുറിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ അത്ര ചെറിയ മനസ്സിന് ഉടമയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ പടത്തില് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യല്ലേ, അപ്പം നല്ല പടമല്ലേ ഞാൻ ചെയ്യുള്ളൂ. ആ പടം എന്തായാലും ഓക്കെ ആയിരിക്കും. ഞാൻ ചിലവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് ഹിറ്റ്. ഇതിന് തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പരിപാടി വർക്കായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ശക്തമായൊരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കാണിക്കില്ല. സൈജു ചേട്ടാ, തൻവി ആൻഡ് അർജുൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരുമായിട്ട് എനിക്ക് ഇപ്പോൾ വളരെ ആത്മബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ് അർജുൻ അശോകൻ. അല്ലല്ല 3-4 ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ എല്ലാം എഴുതി അങ്ങോട്ട് അയച്ചു തരാം. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ് അർജുൻ അശോകൻ. അതിന് നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള എന്റെ ആത്മബന്ധം എന്താ വെച്ചാല്, ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു സിനിമയിൽ നമ്മൾ 3 പേരും ഉണ്ട്. അങ്ങനെ അറിയോ? അവർ നിങ്ങൾ എത്ര പേർ സത്യസന്ധമായി? മറ്റേ റീലാ കണ്ടത്. ഏത് റീല്? മറ്റേ വീണ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതന്നെ. ഞാൻ എന്നിട്ട് ഇതിന്റെ ഭാഗമായിട്ട് തൻവിക്ക് അതിനകത്ത് മെയിൻ റോള്. അങ്ങനെ 30 സെക്കൻഡ് ഞാനുള്ളൂ അതിനകത്ത്. ഈ ചേട്ടന് ഓരോ ദിവസം ചെറുതായി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പടത്തില് ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കുന്നു. അതൊക്കെ അതാ ഞാൻ പറയാൻ വന്നേ. താടിയൊക്കെ നോക്കുമ്പോ അർജുൻ താടിയൊക്കെ നരപ്പിച്ചൊക്കെ വെച്ചേക്കുന്നു. അങ്ങനെ പറയാൻ നോക്ക്. ചേട്ടയുടെ എല്ലാം കളർ ചെയ്ത് അങ്ങ് കറുപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ. ഈ ചേട്ടന് 46 വയസ്സായിരുന്നു നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ? എന്തിനാ ഈ വയസ്സൊക്കെ പറയുന്നത്? ഒരേ പ്രായക്കാരുടെ വിഷമം മാറി തീർക്കണം. അല്ലേ എങ്ങനെ ചേട്ടാ ഇങ്ങനെ ഈ യുവത്വം നിലനിർത്തുന്ന? ചേട്ടാ സത്യസന്ധമായി പറഞ്ഞു, നമുക്ക് നാട്ടുകാരും കൂടെ അറിയട്ടെ. സൈജുവേട്ടന് കണ്ടാലെങ്കിലും പ്രായം തോന്നൂല, പക്ഷെ പല ഞാൻ പറഞ്ഞില്ലല്ലോ വീടിന്റെ. ഞാനങ്ങ് പറഞ്ഞേക്കാം. എങ്ങനെയാ ചേട്ടാ ഈ യുവത്വം? എന്തൊക്കെയാ ചേട്ടാ കഴിക്കാതിരിക്കുന്നത്? മമ്മൂക്കയെ പോലെ ചോറ്, പിന്നെ ചപ്പാത്തി കഴിക്കാതിരിക്കുന്നത്? മില്ലറ്റ്സ് ആണ് കൂടുതൽ കഴിക്കുന്നത്. ഓ മൈ ഗോഡ്, ആണല്ലേ? ഈ അഭിലാഷത്തിന്റെ അവസാനം ഇറങ്ങിയ പാട്ടില് വരെ പോലും ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് അല്ല, ആ സീക്വൻസിലൊന്നും ഞാനില്ല. ആണോ? അയ്യോ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. എന്തായിരുന്നു? ചോദിക്കാത്ത ഒരാള് അല്ല, പെട്ടെന്ന് ആരോ ഒരാളെ വിഷമിപ്പിക്കുമോ ചിന്തിട്ട് ചോദിക്കാത്തൊരു വ്യക്തി. അതെ, പെട്ടെന്ന് ഒരാളെ കിട്ടാതെ വന്നപ്പോൾ അർജുനെ കൊണ്ടുവന്ന് വെച്ചതാണോ? അങ്ങനെയും ആവാം. ആണോ? പറയാൻ പറ്റില്ല, സിനിമകൾ അങ്ങനെയാണല്ലോ. ഓരോ ക്യാരക്ടർ ചിലപ്പോ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പൊ രോമാഞ്ചം ഞാൻ അങ്ങനെ ചെയ്തല്ലേ. ആണോ?
നിങ്ങൾ തന്നെയാണ് എന്നെ ഇന്റർവ്യൂ എടുക്കാറുള്ളത്. അയ്യോ എനിക്കറിയില്ലായിരുന്നു രോമാഞ്ചത്തിൽ ആർക്ക് വരെ വന്നേ. അതൊന്നും പറയൂല, അത് നിങ്ങളുടെ അടുത്ത് വന്നെ പറയണ. അതിപ്പോ കണ്ടോ ഇത്രയൊക്കെ പറയും, ഇതാ പ്രശ്നം. പറ എന്നിട്ട് ഇവരുടെ ഈ പോസ്റ്ററിലൊക്കെ കാണുന്ന പോലെ മര്യാദക്ക് പ്രേമിക്കാൻ സമ്മതിക്കാത്ത ഒരുത്തനുണ്ടാവില്ലേ കൂടെ, ഒരു കട്ടുറുമ്പ് ഉണ്ടാവല, ആ ഒരു കട്ടുറുമ്പാണ്. അൽതാജ് കുഴിമന്തി നടത്തുന്ന താജുദ്ദീനാണ് ഞാൻ. അപ്പൊ സ്ഥിരമായി കുഴിമന്തി കഴിക്കാറുണ്ടായിരുന്നോ ആ കാലഘട്ടത്തിൽ? ഏത് കാലം? സിനിമ ഷൂട്ടിംഗ് കാലഘട്ടത്തിൽ ഇല്ല, കുഴിമന്തി അല്ലെങ്കിൽ എപ്പോഴും കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോ കഴിക്കാലോ. ആണല്ലേ? എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് കുഴിമന്തി. ചേട്ടന്റെ ജീവിതത്തിലെ ഒരു മൊഞ്ചത്തി കുട്ടിയെ പ്രണയിച്ച കഥ പറയൂ. സിനിമയിൽ തന്വിയെ പ്രണയിച്ചല്ലാതെ തന്വിയോട് പറയുമ്പോ ഒരു മൊഞ്ചം കൂട്ടലിരിക്കട്ടെ. അല്ല, അത് ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ പ്രണയിച്ച കാര്യം പറയണെങ്കിൽ നിങ്ങൾ പറയും അത് വേണ്ട. ഇല്ല പറഞ്ഞോ, അത് അധികം അങ്ങനെ ചേട്ടൻ പറയാറില്ല. അല്ല, അത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അന്ന് ടെലികോം കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ മൊബൈല് കയ്യിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ മറ്റേ ചമ്മലില്ല, ഈ നേരിട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഒരു മെസ്സേജ് അങ്ങ് അയക്കുക, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ചേട്ടൻ ഒരു ചമ്മലില്ല, ചേട്ടനായിരുന്നു ആദ്യം അങ്ങനെ മെസ്സേജ് അയച്ചത്? അതെ അതെ. ചമ്മലൊക്കെ എന്താണ്, ഒരു റൂമിൽ ഇരുന്നിട്ട് ഞാൻ ആരുമില്ല അങ്ങനെ തന്വി ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലേ? ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ മെസ്സേജസും കത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട് കുറെ. എനിക്കൊന്ന് സ്കൂൾ കോളേജ് ആ സമയത്തൊക്കെ. അതെ, അങ്ങനെയാണ്. ശരിയല്ലേ, കോളേജൊക്കെ ആയിട്ട് 12 വർഷമല്ലേ. എന്തിനു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രായം പറയുന്നത്? ഞാൻ വെറുതെ ഈ ചേട്ടന്റെ പ്രായം ആദ്യം പറഞ്ഞ എന്തിനാണെന്നറിയോ? മുതിർന്ന ആളാണെന്ന് എല്ലാവർക്കും തോന്നിക്കോട്ടെ. അതുകൊണ്ട് എന്താണ് ഗുണം? ഞങ്ങൾ ഒരു മനസ്സുഖം, മനസ്സുഖം, അതൊരു സാഡിസമാണ്. സത്യം, അത് തിരിച്ചള്ളി വിടുന്നിട്ട്. ഓക്കെ, അർജുന്റെ ജീവിതത്തിലെ നികിത അല്ലാത്ത മറ്റൊരു പ്രണയം പറയും. സിനിമ. അല്ല, ഞാൻ പറഞ്ഞ പോലെ മൊഞ്ചത്തി കുട്ടിയെ പ്രണയിച്ച മൊഞ്ചില്ലേ, നിനക്കാരാ മൊഞ്ചില്ലാന്ന് പറഞ്ഞു. തന്വി എങ്ങനെയുണ്ടായിരുന്നു അഭിലാഷം സിനിമ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടുന്ന് തുടങ്ങുന്നില്ല. അല്ല, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവര് 2 ഗംഭീര സിനിമകൾ. ചേട്ടനാണെങ്കിൽ നല്ല പടം, നല്ല സീരീസ് ആണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടതാണ്. പക്ഷെ പടത്തിന്റെ പേരങ്ങ് തങ്ങി നിൽക്കുന്നില്ല കേട്ടാ. ഇവിടെ റൊമാൻസ് ഞാൻ കണ്ടു. 2 ഗംഭീര ഹിറ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ സിനിമയിൽ തന്വിയോടൊപ്പം ഇരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സൂപ്പർ ഹീറോസിനെ കാണുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് സൈജു ഏട്ടനെ ഈ ഒരു ലുക്കിൽ, ഇങ്ങനെയൊരു റൊമാൻറ്റിക് റോളിൽ എനിക്ക് തോന്നുന്നു മുന്നേയുള്ള സിനിമയിലും കണ്ടിട്ടില്ല. അപ്പോൾ കൂടെ ആ ഒരു റോൾസും ആ ഒരു എന്താ പേരായിട്ട് അഭിനയിക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ താജു എന്നുള്ള ക്യാരക്ടറാണ് അർജുൻ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോള്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അർജുൻ്റെ. അഭിലാഷം എന്നാണ് സിനിമയുടെ പേരെന്നുള്ളതുകൊണ്ട് ഞാൻ ആ ക്ലീഷേ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു അഭിലാഷം എന്താണ് ചേട്ടാ? ഞാൻ ഒരു ആൻസർ ഞാൻ പറയാം, ആ ആൻസർ നിങ്ങൾ ഇനി പറയാൻ പാടില്ല. അഭിലാഷം സിനിമ വളരെ നന്നായിട്ട് ഓടണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അഭിലാഷം. അത് എനിക്കറിയാം. 3 ആളോ ഉത്തരം? നല്ല നല്ല സിനിമകൾ വരുന്നു. വീണ്ടും സാറ്റലൈറ്റും OTT ബിസിനസ്സും ഓവർസീസ് ബിസിനസ്സും മ്യൂസിക്കിന്റെ ഇൻഡസ്ട്രിയും ഒക്കെ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആവണം. ആ ബിസിനസ് കുറച്ചുകൂടെ വളരണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ചേട്ടനെ വലിയ അഭിലാഷം അല്ലേ? തന്വിയുടെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? സിനിമ അല്ലാതെ ഞാൻ ആക്ച്വലി ഒരു ബ്രാൻഡ് തുടങ്ങും ഈ കൊല്ലം. ആണോ? ക്ലോത്തിങ് ആണോ? അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്റെ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്താ അർജുന്റെ അഭിലാഷം? എന്താ അഭിലാഷം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയില് ഇപ്പൊ പടം ഇറങ്ങി തിയേറ്ററിലേക്ക് ആൾക്കാരെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താന്ന് ഒരു മനസ്സിലാവുന്നില്ല. കാരണം OTT ഇറങ്ങി കഴിയുമ്പോൾ പലരും നല്ല അഭിപ്രായങ്ങൾ പടത്തിനെ പറ്റി പറയും. അപ്പൊ അത് തിയേറ്ററിൽ ഇരുന്ന് അത്ര ആൾക്കാരെ കൂടെ കേൾക്കാനും അതാണ് മേജർ അഭിലാഷം. കാരണം എല്ലാവർക്കും എല്ലാ പടം ഇഷ്ടപ്പെടണമെന്നില്ല, അതുണ്ട്, അതൊരു പോയിന്റ് ആണ്. അപ്പൊ വീട്ടുകാർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? എന്താണ് അർജുനെ കുറിച്ച്? ഇവനൊന്ന് നന്നായി കാണാന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ഏറ്റവും വലിയ അഭിലാഷം. ഒരു പോയിന്റ് വരെ ഇപ്പൊ നന്നായി കണ്ടു കഴിഞ്ഞപ്പോഴുള്ള അഭിലാഷം എന്താണ്? ഒരു അഭിലാഷം സാക്ഷാത്കരിച്ചു ആണ്. അത്ര ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും നടക്കില്ലെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്.
നടക്കില്ല എന്നാണെന്ന് തോന്നണം എനിക്ക്. കാരണം അങ്ങനെയായിരുന്നു വീട്ടില്. തന്മയുടെ ജീവിതത്തിലോ വീട്ടുകാർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു അഭിലാഷം എന്താണ്? എനിക്കൊന്ന് കുറച്ചാലും മുന്നേ വരെ എന്റെ കല്യാണമായിരുന്നു. ഇപ്പൊ അവർ അതിനെ പറ്റിയും ചോദിക്കുന്നില്ല. എന്താണെന്നറിയില്ല കേട്ടോ, എല്ലാ യുവ നടിമാരും ഇത് തന്നെ ഇപ്പൊ പറയുന്നത്. ഞാൻ ലക്ഷ്മിയോട് ചോദിച്ചാലും ഇത് തന്നെ പറയുന്നത്. അച്ഛനമ്മേനെ പറ്റിയാ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ റെഡി അല്ലാന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലേ? എന്റെ അച്ഛനമ്മേന്റെ അഭിലാഷം എനിക്കത് കുറച്ചാലും മുന്നേ വരെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ, ഞാൻ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ യൂഷ്വലി നാട്ടുകാരാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് കല്യാണത്തിനെ പറ്റി. ഇപ്പൊ ആരും ചോദിക്കുന്നില്ല, അച്ഛനമ്മ ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഏട്ടന്റെ കല്യാണം ഇപ്പം ഞങ്ങളുടെ കേട്ടോ തന്വി എന്തുകൊണ്ട് പ്രൊമോഷൻ വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, തന്വിയുടെ ചേട്ടന്റെ കല്യാണമാണെന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് പോയെങ്കിലും വേദന കൊണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു കാര്യം, എന്തോ ഞാൻ വരാണ്ടിരുന്ന എന്നെ വിളിച്ചില്ലായിരുന്നു കേട്ടോ. അയ്യോ സത്യം, ഷൂട്ടിങ്ങില് ആയിരിക്കും ഓർത്ത് ഞാൻ ബിസിയാണെന്ന് ഓർത്ത് വിളിക്കേണ്ടത്. ചേട്ടന് പൈസ തന്നായിരുന്നോ? പൈസ തരാത്ത ആരെയാണ് വിളിക്കാറുള്ളത്? കറക്റ്റ് ആയിട്ട് ആണല്ലേ? ഞാൻ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ച ഓർമ്മയുണ്ട്. അപ്പം ഞാനായിട്ട് പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് ഞാൻ പനമ്പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ധ്യാൻ വിളിക്കുന്നത്. അപ്പോൾ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരാൻ പറ്റും, നീ ഒരു ഡ്രസ്സും കൂടി എടുത്തോ, പൈസ കുറയ്ക്കാലോ. വൈകുന്നേരം പോയതാ. പിന്നെ ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ട് ആരെ സിനിമ എന്നറിയില്ല. ധ്യാനിനോടുള്ള ആ കോളില് ധ്യാനോടുള്ള വിശ്വാസത്തിൽ ഞാൻ പോയതാ ധ്യാനം കാണാൻ. അങ്ങനെ ഞാൻ സിനിമ ചെയ്ത് ഒരു സീന് ചെയ്തിട്ട് വന്ന സിനിമയാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ പോസ്റ്ററിലൊക്കെ പടം വെച്ച് എത്തി, ഞാൻ പോസ്റ്റർ കണ്ട എന്റെ ഫോട്ടോ. ചേട്ടൻ എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് വന്നത്? ആക്ച്വലി രമേഷ് പിഷാരടി ചെയ്ത ക്യാരക്ടറില്ലേ, അതിലായിരുന്നു എന്നെ ആദ്യം കാസ്റ്റ് ചെയ്തത്. പക്ഷെ ഇത് തുടങ്ങാൻ കുറച്ച് വൈകി. അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ പടം കമ്മിറ്റ് ചെയ്തു. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ശ്രീനിവാസൻ സാറുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നമ്മൾ ഓക്കെയാണ് വെച്ചാൽ, ഒന്നാമത് ശ്രീനിവാസൻ സാറുമായിട്ട് ഞാൻ വർക്കേ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു 1 ഡേ ഷൂട്ട് കണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ്. എനിക്ക് നമ്മൾ അഭിലാഷത്തെ കുറിച്ച് മറന്നു. അർജുൻ അശോകൻ ഞാൻ എന്നെ ഒഴിവാക്കിയതല്ല കേട്ടോ. അഭിലാഷം സിനിമയിലേക്ക് നിങ്ങളെ എത്തിച്ച ആ ഒരു കാര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് സിനിമ, റെമ്യൂണറേഷൻ, പ്രൊഡ്യൂസേഴ്സ്, എന്ത് കാരണമായിരുന്നു? അഭിലാഷ സിനിമ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. അതെന്തായിരുന്നു? അതും ഞാനും ഷംസൊക്കെ തന്നെയാണ് കാരണം. ഞങ്ങൾ ജെസ്സി എന്ന് പറഞ്ഞ, അതായത് മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞ ഒരു ആന്തോളജി ഉണ്ട്. അതിനകത്ത് 4 സിനിമകളാണ്, അരമണിക്കൂർ വീതമുള്ള. അതിനകത്ത് ഒരു സിനിമയുടെ പേരാണ് ജെസ്സി. അത് ഷംസു ആണ് അത് ഡയറക്ട് ചെയ്തത്. ജനിത് കാച്ചപ്പള്ളി എഴുതുന്നു, ക്യാമറാമാൻ സജത് കാക്കു, ശ്രീഹരി മ്യൂസിക്, എല്ലാം ഇതിൻ്റെ അകത്തുള്ളവർ തന്നെ. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചത്. അപ്പൊ ഇവരുടെ ഒരു എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. 7 ദിവസം കൊണ്ട് ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സിനിമയിൽ. പല ഇമോഷൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് ഒരു ഫീച്ചർ ഫിലിം ചെയ്യാം. അപ്പൊ ആക്ച്വലി എന്നെ മണിയറള അശോകന് എന്നെ കാസ്റ്റ് ചെയ്തായിരുന്നു, നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടറിൽ. ആ ക്യാരക്ടറിന്റെ പേരും എന്റെ പേരുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരാണ്, ഷൈജു എന്നാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡേറ്റ്സിന്റെ പ്രശ്നം കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഷംസു എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് എന്തോ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ പടങ്ങളിലും ഞാനുണ്ട്. അപ്പൊ അങ്ങനെ ജെസ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാം. 2 മണിക്കൂറിന്റെ ഒരു പ്രോപ്പർ തിയേറ്ററിക്കൽ റിലീസ് വരുന്നത്. ഇതിപ്പോ നമുക്ക് എന്തായാലും തിയേറ്ററിക്കൽ റിലീസ് കാണൂല, ആന്തോളജി. അപ്പൊ അങ്ങനെയാണ് ജനിത്തും ഷംസും കൂടെ ഇരുന്നിട്ട് ഉണ്ടാവുന്നത് അല്ലേ? ഇത്രയും ചെറുപ്പമായിട്ട് സിനിമയിലേക്ക് കാണിച്ചപ്പോൾ ചേട്ടൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയോ, എനിക്ക് ഇത്രയും ചെറുപ്പമാവാൻ പറ്റുമോന്ന്? ഇതിപ്പം ഈ പാട്ട് വന്നതിന് ശേഷം ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അവിടെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ലായിരുന്നു. ഒന്നാമത് എനിക്ക് മുടി വളർത്തി എനിക്ക് ശീലമില്ല മനസ്സിലോട്ട്. ഇവർ എന്നെ കൊണ്ട് 3 മാസം മുടിയൊക്കെ വളർത്തി, എന്റെ മുടിയാണെങ്കിൽ നേരെ നിൽക്കുകയേ ഇല്ല. വലിയ പ്രയാസം. ഒറിജിനൽ മുടിയല്ലേ? ഞാൻ വിഗാണെന്ന് വിചാരിച്ചു. അത് പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വളർത്തിയതാണ് കഷ്ടപ്പെട്ട്. ആക്ച്വലി വിഗ് കരുതിയിരുന്നു റോണക്സ് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാന്ന്. പക്ഷെ എന്റെ മുടി അത്യാവശ്യം വളർത്തുന്ന കാരണം പിന്നെ അത് വെക്കേണ്ടി വന്നില്ല. എങ്ങനെയായിരുന്നു ഈ സൈജു ചേട്ടനായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീൻസ് ഒക്കെ? വളരെ രസമായിരുന്നു. ഞാൻ പറയായിരുന്നു, നമ്മൾ ആക്ച്വലി 2-3-ാമത്തെ ദിവസമൊക്കെയാണ് സൈജുവേട്ടൻ എന്നോട് സംസാരിച്ചത് പോലും. അതെ, ചേട്ടൻ അത്ര ഇൻട്രോവേർട്ട് ആണോ ചേട്ടാ? സ്റ്റാർട്ടിങ് പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ചേട്ടൻ മുറിച്ച് വീട്ടിൽ കൊണ്ടുപോകും.
അല്ല ശരിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ അപ്പം ഷംസു എന്നോട് വന്നിട്ട് സൈജോട്ടൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട് ചേച്ചിനെ. സപ്പോർട്ട് ചെയ്യുന്നു. ഒരു 3 ദിവസം മിണ്ടിയില്ല എന്നിട്ടോ മിണ്ടിയില്ല എന്നല്ല, അപ്പൊ ഞാൻ പോയി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഷംസു പറയും നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്തായാലും വർക്ക് ആവണം, നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പോവും. അപ്പൊ സൈജോട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ എന്തെങ്കിലും ചോദിക്കും, ഞാൻ എവിടുന്നും ഇല്ലാത്ത ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ സൈജോട്ടൻ അതിന് മാത്രം ഉത്തരം പറഞ്ഞു. അപ്പൊ സൈജോട്ടൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഞാൻ വരും, ഞാൻ പറയും ഷംസു നടക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ 3ാമത്തെ ദിവസം അങ്ങാനാണ് അഭിലാഷിന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ആ ഷോട്ട് കഴിഞ്ഞപ്പം ഷംസുവിന് ഇപ്പോഴാണ് നിങ്ങൾ രണ്ടാളും ഇന്നായത് എന്നുള്ളൊരു സിനിമ ഓൺ ആയത് എനിക്ക് തോന്നുന്നു ആ ഒരു 3ാമത്തെ ദിവസമായിരിക്കും. അതിനുശേഷമാണ് സൈജോട്ടൻ അല്ലെങ്കിലും അങ്ങനെ ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ മറ്റേ സീന തട്ടേക്കർ മട്ട് മാറുന്ന ആളാണ്. അല്ല നമ്മളിപ്പോ കൊറേ പടം ഒരുമിച്ച് സുമതിയിലും നമ്മള് ചെയ്ത് അപ്പൊ നമുക്കറിയാം മറ്റേ കട്ട് കഴിഞ്ഞാൽ മറ്റേ സൈജോട്ടായിട്ട് എവിടെയെങ്കിലും. അർജുൻ ആക്ച്വലി അങ്ങനെ വിചാരിച്ചിരുന്നു ഈ ചേട്ടൻ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു? എനിക്കറിയാലോ, ഞാൻ ബിടെക് കാണണല്ലോ. ശരിയാ, കുഞ്ഞുകാലം തൊട്ടേ കാണുന്നു. ക്യാമറ ബിടെക് സിനിമയാണ് കേട്ടോ. എനിക്കറിയാം. അഭിലാഷം സിനിമയെ കുറിച്ച് ചേട്ടനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ചേട്ടാ? എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ ഞാൻ അത് അണ്ടർപ്ലേ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നില്ല. അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയല്ല. ഞാൻ എന്തൊക്കെ ഒരു ബന്ധമില്ല. ഞാൻ തളച്ചൽ വെള്ളത്തിൽ വീണ പൂച്ചയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ പടത്തില് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ആൾക്കാർ എന്നോട് ചോദിക്കും ആദ്യമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യണല്ലേ, എങ്ങനെയുണ്ട് പടം, എങ്ങനെ വന്നു? ഞാൻ പറയും ഞാൻ ആദ്യമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യല്ലേ, അപ്പം നല്ല പടമല്ലേ ഞാൻ ചെയ്യുള്ളൂ. ആ പടം എന്തായാലും ഓക്കെ ആയിരിക്കും. ഞാൻ ചിലവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് ഹിറ്റ്, എൻ്റെ പടം തന്നെ ഞാൻ ഉറപ്പ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പരിപാടി വർക്കായില്ല, പിന്നെ അത് OTT-ലാണ് വർക്കായത്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ശക്തമായ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇതിനു മുമ്പൊക്കെ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ശക്തമായിട്ടാണ്. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കാണിക്കില്ല. ഏത് പടമായാലും എനിക്ക് ഉറപ്പ് എന്നുള്ള പടമായാലും ഇനിയിപ്പോൾ അത്ര ഉറപ്പില്ലാത്ത പടമായാലും ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കാണിക്കില്ല. ഒരേ ലെവൽ. ഇതിലൊരു സീനുണ്ട് എനിക്ക് ലൈക്ക് എൻ്റെ മുമ്പിന്ന് അത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഇതിൽ. ലൈക്ക് അത് നേരിട്ട് നിന്ന് നമ്മളൊരു പ്ലേ നടത്തുമ്പോഴേ എനിക്കത് കാണാം. സൈജുവേട്ടൻ്റെ കണ്ണിൽ എനിക്കത് കാണായിരുന്നു. ഫഹദ് ഫാസിലിനെ പോലെ നമുക്ക് ഈ ചേട്ടന്റെ കണ്ണുകളെ കുറിച്ചും പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ തന്നെ മാളികപ്പുറം ഞാൻ എത്ര കണ്ടാലും ഞാൻ വിചാരിക്കും ഈ പോർഷൻ ഞാൻ ഇത്തവണ കരയില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഈ ചേട്ടന്റെ ആ സീൻ കാണുമ്പോൾ അങ്ങ് കരയാതിരിക്കാൻ പറ്റുന്നില്ല. എന്നിലുള്ളിലെ മറ്റേ ആ നിസ്സഹായായ ഞാൻ പുറത്തു വരും. അതെന്താണെന്നറിയില്ല. അത് ഒരുപാട് ആൾക്കാർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ അത്ര ചെറിയ മനസ്സിന് ഉടമയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല. അതെന്താ മറുപടി ഒന്നും കിട്ടും. എന്തായിരുന്നു അർജുനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അർജുൻ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്? ഷംസു ഞങ്ങളൊരു പടം ചെയ്യാൻ നിൽക്കണായിരുന്നു. അത് അനൗൺസ്മെന്റിന്റെ വക്കരെത്തി. പക്ഷെ ആ സമയത്ത് എനിക്ക് മാർക്കറ്റ് കുറവായതുകൊണ്ട് പ്രൊഡക്ഷൻ ടീം ഉണ്ടായില്ല. അത്രയും ബഡ്ജറ്റ് കൂടി അല്ല അതില്ല, അത് പറയണ. അപ്പൊ ആദ്യം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ്, കാരണം ചെറിയ പക്ഷെ സംഭവം കേട്ടപ്പോ ഇത് ചെയ്താൽ രസമായിരിക്കും. ഞാൻ പറഞ്ഞു മച്ചാനെ മുടിയില്ല, മുടി ഇപ്പൊ കുറച്ച് കുറവായിരിക്കും, അപ്പൊ എന്താ ചെയ്യണ്ടേ, നമുക്ക് നോക്കാം, നീ വന്ന് പറഞ്ഞിട്ട് വന്ന് താടിയൊക്കെ ഇപ്പൊ ഞാൻ ക്യാരക്ടർ അറിയുന്നുണ്ട്. ഞാൻ നേരെ സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ അറബിക് സ്റ്റൈലൊക്കെ താടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാ പോയത്. ഇനി അതിന് മേളിൽ ആരും പണിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ താടിയൊക്കെ സെറ്റ് ചെയ്തപ്പോ അത് കുഴപ്പമില്ല, നല്ല രീതിയൊക്കെ നിന്ന് പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ പറഞ്ഞു മച്ചൻ ഇതെല്ലാം മീറ്റർ. ഞാൻ പറഞ്ഞു അയ്യോ കുറച്ചും കൂടി പറഞ്ഞു, കുറച്ചും കൂടിയാ കുറച്ചുകൂടി ഞാനായിട്ട് സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ രസമായിരുന്നു പരിപാടി ചെയ്തു വന്നപ്പോൾ. ഭയങ്കര വെകിളിയുള്ള ഒരു ക്യാരക്ടറാണ്, വെകിളിത്തരം കൂടുതലുള്ള ഒരു ചെറിയ. അത് ഏതായാലും മാർച്ച് 29-ാം തീയതി അഭിലാഷം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ വളരെ നല്ല സിനിമയാവട്ടെ, ആളുകൾ തിയേറ്ററിലേക്ക് എത്തട്ടെ. ചേട്ടൻ അണ്ടർപ്ലേ ചെയ്താലും അത് ഓപ്ലേയിലേക്ക് എത്തട്ടെ. ആളുകൾ എല്ലാവരും കാണട്ടെ. മനസ്സിലായില്ലേ? Wishing you all the very best and thank you so much for your time, guys. Thank you. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.